Good morning, students. Today we are going to study class 4 GS, the remaining part of our chapter 3. Okay. നമ്മൾ chapter 3 എന്താണ് പഠിച്ചത്? How do plants prepare their food? എങ്ങനെയാണ് plants food prepare ചെയ്യുന്നതെന്നാണ് പഠിച്ചത് അല്ലേ? എങ്ങനെയാണ് plants food prepare ചെയ്യുന്നത്? ആ പ്രോസസ്സിന് എന്താണ് പറയുന്നത്? The process by which plants make their food is called photosynthesis. Plants സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് photosynthesis. Photosynthesis, what are the essential factors for photosynthesis? The process by which plants make their food with the help of water, carbon dioxide and sunlight is called photosynthesis. Photosynthesis essential factors are carbon dioxide, water, sunlight. Okay. Today's topic is food prepared by leaves. Plants everyone food preparing in plants food is prepared in the leaves. Leaves are food preparing. So leaves are called food factories of a plant. ഒരു പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് ലീവ്സ് ആണ്. കാരണം എന്താണ്? പ്ലാന്റ്സിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീവ്സിലായതുകൊണ്ട് അല്ലേ? ലീവ്സിന്റെ കളർ എന്താണ്? ഗ്രീൻ കളർ അല്ലേ? ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ. ഓക്കെ. Today's topic is food prepared by leaves. Leaves ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്താണ് ചെയ്യുന്നത്? ഓക്കെ. So let us learn more about that. You take your text. Can you see this? Can you see this? Food prepared by leaves. Leavesile food prepare ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ഓക്കെ. The food prepared by leaves in the form of glucose. അതായത് ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഏത് ഫോമിലാണ്? ഗ്ലൂക്കോസിലാണ്, ഗ്ലൂക്കോസ് ഫോമിലാണ്. ഓക്കെ. എ കൈൻഡ് ഓഫ് ഷുഗർ ഓർ കാർബോഹൈഡ്രേറ്റ്. അതായത് ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഏത് ഫോമിലാണ്? ഗ്ലൂക്കോസ് ഫോമിലാണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഷുഗർ ഓർ കാർബോഹൈഡ്രേറ്റ്. എലോങ് വിത്ത് ഗ്ലൂക്കോസ് ഓക്സിജൻ ഗ്യാസ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ്. അതായത് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിന് പറയുന്ന പേരാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ കൂടാതെ അവിടെ ഏത് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫോട്ടോസിന്തസിസിൽ ഏത് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഫുഡിൻ്റെ പേര് ഗ്ലൂക്കോസ്, അതിൻ്റെ കൂട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ. ഓക്കെ. ദിസ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് into the atmosphere through stomata. അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജൻ ഗ്യാസിനെ സ്റ്റൊമേറ്റ വഴി എയറിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നു. സോ പ്ലാന്റ്സ് നോട്ട് ഓൺലി മേക്ക് ഫുഡ് ദാറ്റ് വി ഈറ്റ് ബട്ട് ഓൾസോ പ്രൊഡ്യൂസ് ഓക്സിജൻ ദാറ്റ് വി ബ്രീത്ത്. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാന്റ്സ് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ദ എക്സസ് ഫുഡ് ദാറ്റ് ഈസ് ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. അതായത് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്, അത് അധികമായിട്ടുള്ള ഫുഡിനെ അത് സ്റ്റാർച്ച് രൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ. The excess food is converted into starch and is stored in the roots, stems, leaves, fruits and seeds of plants. അതായത് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന എക്സസ് ഫുഡിനെ അതിൻ്റെ റൂട്ടിലും സ്റ്റെമ്മിലും ലീവ്സിലും ഫ്രൂട്ട്സിലും സീഡ്സിലും ഒക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. എക്സസ് ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. Next, photosynthesis in plants that have leaves of other color. അതായത് can you see this?
ഇതുപോലെയുള്ള ലീവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസിന് എന്ത് അത്യാവശ്യമാണ്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഗ്രീൻ കളർ പിഗ്മെൻറ്റ് അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ ഇതുപോലെയുള്ള പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ലീവ്സിനൊക്കെ വേറെ ഡിഫറെൻറ്റ് കളർ, ബ്രൗൺ കളറും യെല്ലോ കളറും ഒക്കെയുള്ള ലീവ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. യു വുഡ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് സം പ്ലാന്റ്സ് ഹാവ് റെഡ്, വയലറ്റ് ഓർ ബ്രൗൺ ലീവ്സ്. അതായത് ചില പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ കളർ ഏതൊക്കെയാണ്? റെഡ്, വയലറ്റ്, ബ്രൗൺ കളർ ലീവ്സ് ആണുള്ളത്. These leaves have not only chlorophyll but also pigments of other colors such as violet, red and brown. ഈ കളറുള്ള ലീവ്സിൽ ക്ലോറോഫില്ല് മാത്രമല്ല ഉള്ളത്, മറ്റുള്ള പിഗ്മെൻസും ഉണ്ട്. കളർ പിഗ്മെൻറ്റ്സ്, ഗ്രീൻ, വയലറ്റ് കളറ് പിഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. The other color pigments are present in such a high amount that the green pigment gets masked and the other color become dominant. These leaves to make food with the help of chlorophyll pigment present in them. അതായത് ഇതുപോലെ ഡിഫറെൻറ്റ് കളറുള്ള ലീവ്സിനും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ ഗ്രീൻ കളർ പിഗ്മെൻറ്റ് കാണാം അല്ലേ, നമുക്ക് കാണാം, ചെറുതായിട്ട് ഗ്രീൻ കളർ പിഗ്മെൻറ്റ് കാണാം. കാരണം എന്താണ്? അവിടെ ക്ലോറോഫില്ല് പ്രസൻ്റ് ആണ്. പക്ഷേ മറ്റുള്ള ഈ റെഡ്, ഗ്രീൻ, റെഡ്, യെല്ലോ, വയലറ്റ് ഈ കളറെല്ലാം തന്നെ ഈ ഗ്രീൻ കളറിനെ അങ്ങ് മാസ്ക് ചെയ്യും, ഗ്രീൻ കളറിനെ മൂടും. അതുകൊണ്ട് ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത് മറ്റുള്ള കളേഴ്സാണ്. പക്ഷേ അവിടെ ക്ലോറോഫില്ല് അല്ലെങ്കിൽ ഗ്രീൻ കളർ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ്. ക്യാൻ യു സീ ദിസ്? ഇതുപോലെയുള്ള പ്ലാന്റ്സിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതിന് പറയുന്ന പേരാണ് ക്യാറ്റി. എന്താണ്? ക്യാറ്റി. ഇതെന്താണ്? ഡെസേർട്ട് പ്ലാന്റ് ആണ്. ഡെസേർട്ടിലാണ് ഇതുപോലെയുള്ള പ്ലാന്റ്സ് കൂടുതലായിട്ട് കാണുന്നത്. ഇൻ ഡെസേർട്ട് പ്ലാന്റ്സ് സച്ച് ആസ് ക്യാറ്റി, the leaves are reduced to spines and thorns. The broad green portion of the cactus plant is the stem. So photosynthesis takes place in the green colored stems. ഓക്കെ, അതായത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമ്മൾ എന്താണ് കാണുന്നത്? അതിൻ്റെ സ്റ്റെമ്മാണ്. ഇവിടെ ലീവ്സ് കാണുന്നുണ്ടോ? ലീവ്സ് അവിടെ മുള്ളുകളായിട്ടാണ് മാറപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇൻ ക്യാറ്റി ദ ലീവ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻടു സ്പൈൻസ് ആൻഡ് തോൺസ്. ഓക്കെ, ആൻഡ് ദ ബ്രോഡ് ഗ്രീൻ കളർ പോർഷൻ ഓഫ് ദ കാക്ടസ് പ്ലാന്റ്, അതായത് ഈ ഗ്രീൻ കളർ കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മാണ്. ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഗ്രീൻ കളേർഡ് സ്റ്റെംസിലാണ്. ഓക്കെ, സോ ഇൻ ക്യാക്ടി പ്ലാന്റ് photosynthesis takes place in the stems. Okay, next is importance of plants. Plants ന്റെ importance എന്തൊക്കെയാണ്? Okay, all living organisms are directly or indirectly depend on plants for their food. Plants make their food by photosynthesis. ഓക്കെ, അതായത് എല്ലാ ജീവനുള്ള ഓർഗാനിസംസും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിലൂടെ. ഓക്കെ, സോ ഓൾ ലിവിങ് ഓർഗാനിസംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. നെക്സ്റ്റ് ഈസ് all living organisms need oxygen to survive. The plants produce oxygen gas during photosynthesis and release it into the atmosphere. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ. ബ്രീത്ത് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജനെയാണ് എല്ലാ ഓർഗാനിസവും ബ്രീത്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്ലാന്റ്സ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ബാലൻസ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഈ പ്ലാന്റ്സ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ബാലൻസ് നിലനിർത്തുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പ്ലാന്റ്സ് വി ഗെറ്റ് ഫുഡ് ഫ്രം ദ പ്ലാന്റ്സ് and we need oxygen to breathe. This oxygen is produced by plants during photosynthesis. And next is
the plants help to maintain balance between oxygen and carbon dioxide in the atmosphere. Okay. Next is, can you see this? Plants and animals live in the harmony in nature. അതായത് പ്ലാന്റ്സും ആനിമൽസും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ആനിമൽസ് നീഡ് ഓക്സിജൻ ടു ബ്രീത്ത്. ദിസ് ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. എന്തുകൊണ്ടാണ് പ്ലാന്റ്സും ആനിമൽസും ഡിപ്പെൻഡ് ആണെന്ന് പറയുന്നത്? ആനിമൽസിന് ആവശ്യമായിട്ടുള്ള ബ്രീത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് ആണ്. ഓക്കെ. പ്ലാന്റ്സ് നീഡ് കാർബൺ ഡയോക്സൈഡ് ഫോർ photosynthesis. Animals give out carbon dioxide when they breathe out. അതുപോലെ തന്നെ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആവശ്യമാണ്. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കിട്ടുന്ന എവിടെ നിന്നാണ്? ആനിമൽസ് ബ്രീത്ത് ചെയ്തിട്ട് വെളിയിലേക്ക് കളയുന്ന ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആനിമൽസ് ആർ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്. ആനിമൽസ് പ്ലാന്റ്സിന് ഫുഡിന് വേണ്ടിയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ഓൾസോ ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ആനിമൽസ്. വൺസ് ആനിമൽ ഡൈസ് ഇറ്റ്സ് ബോഡി ഡീക്കേസ് ആൻഡ് മിക്സ് വിത്ത് സോയിൽ മേക്കിംഗ് ഇറ്റ് റിച്ച് വിത്ത് ന്യൂട്രിയൻസ്. അതായത് പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നതും ആനിമൽസിൽ നിന്നാണ്. കാരണം എന്താണ്? ഈ ആനിമൽസ് എല്ലാം നശിച്ച് കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഇത് ചത്ത് ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടും. ഓക്കെ. ഇത് പ്ലാന്റ്സിന് വളരെ അത്യാവശ്യമാണ്. Thus there is a balance in nature. This balance will be affected if anyone, plants or animals, increases or decreases in number. So it is important to maintain this balance and protect both plants and animals. അതായത് നമുക്കറിയാം, ഈ ബാലൻസ് നിലനിർത്തണമെങ്കിൽ ആനിമൽസും പ്ലാന്റ്സും ഏകദേശം തുല്യ അളവിൽ തന്നെ വേണം. അതായത് പ്ലാന്റ്സിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ അത് ആനിമൽസിനെ ബാധിക്കും, ആനിമൽസിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ പ്ലാന്റ്സിനെ ബാധിക്കും. ഇങ്ങനെയാണ് ആനിമൽസും പ്ലാന്റ്സും തമ്മിൽ നമ്മുടെ ഈ നേച്ചറിൻ്റെ ബാലൻസ് നിലനിർത്തുന്നത്. ഓക്കെ. So our third chapter is over. All portions are completed. You study well. We will meet in the next class. Thank you.